ഹലോ, കണ്ടോ? ലാക്മേയുടെ നെയിൽ പോളിഷ് റിമൂവറാണ് കേട്ടോ. 1 മാസം മുമ്പ് ഇട്ടതാണ്. ഇനി ഇങ്ങനെ 2 ഷെയ്ഡൊക്കെ ഇടുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. ഡോട്ട്സൊക്കെ ഇടുക, നെയിലാർട്ട് സ്വന്തമായിട്ട്. പക്ഷെ ക്ലീനിങ് എന്ന് പറയുന്നത് പിടിപ്പത് പണി തന്നെയാണ്. അപ്പോൾ രാവിലെ ഞാൻ അതിന് കയറിയിരിക്കുകയാണ്. കോട്ടനൊക്കെ വെച്ചിട്ട് ചുരച്ച് അതങ്ങ് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡേ ഒരു വെഡ്ഡിങ് ഉണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ പോകണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, ക്ലീനാക്കി ഇപ്പം നല്ല ബ്യൂട്ടിഫുള്ളാണ് കാല് കാണാൻ. പിന്നെ ചെറുതായിട്ട് വളർന്ന നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കണം. എവരി വീക്കെൻഡ് ഞാൻ ചെയ്യുന്നൊരു പരിപാടിയായത്. കാലയിലൊക്കെ വൃത്തിയാക്കി, ഇടയ്ക്കില്ലെങ്കിലേ ചെളിയൊക്കെ കയറിയിരിക്കും. ഏതെങ്കിലും മോയ്സ്ചറൈസർ ക്രീം ലോഷൻ ഉപയോഗിച്ചാൽ ഞാൻ ഈ ജോയുടെ ഉപയോഗിക്കുന്നത്. അത് വെച്ച് ചെറുതായിട്ട് കണ്ടോ, തിരുമ്മിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെറുതായിട്ടൊരു മസാജൊക്കെ കൈ കൊടുത്താലേ അത്ര വൃത്തിയായിട്ടിരിക്കും. ആഴ്ച ഒരിക്കൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഒരു കുറച്ച് നേരത്തേക്കാണെങ്കിലും കൈക്കും കാലിനൊക്കെ ഒരു മസാജ് നമ്മൾ തന്നെ അങ്ങ് കൊടുക്കുക. പിടിക്കൂറും മാനിക്കൂറിനൊക്കെ ഒത്തിരി പൈസ ആകത്തില്ലേ? വേണ്ട, നമുക്ക് തന്നെ ചെയ്യാം. നോക്കൂ, ഇനി ഞാൻ ബേസ് കോട്ടിന് വേണ്ടിയിട്ട് ലാസറിൻ്റെ ഉപയോഗിക്കുന്നത്. ബേസ് കോട്ട് ഇടണം. എപ്പം നെയിൽ പോളിഷ് ഇട്ടാലും ബേസ് കോട്ട് ഇടണം കേട്ടോ. എന്നാലേ അതിന് ഒരു ഫിനിഷിങ് ഉണ്ടാകത്തുള്ളൂ. ഡയറക്റ്റ് കെമിക്കൽസ് നമ്മുടെ കാലിലോട്ട് വരത്തുമില്ല. നമ്മുടെ ഒരു വിശ്വാസം അല്ലേ, അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ചെയ്യുന്നു. ചില സമയത്ത് ഞാൻ ബേസ് കോട്ട് മാത്രം ഇടാറുണ്ട് കേട്ടോ. നെയിൽ ഇനാമൽ കൊടുക്കാറില്ല. കാരണം ആ ബേസ് കോട്ടിനൊരു ചെറിയൊരു ഷൈനിങ് ഉണ്ടാവില്ലേ, എനിക്കതിഷ്ടമാണ് അങ്ങനെ കാണുന്നത്. കണ്ടോ, ഇത് മാത്രമായിട്ട് ഞാൻ ചിലപ്പോൾ ഇടാറുണ്ട്. നോക്കൂ, സർജറിയുടെ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ ഇടാൻ തീരുമാനിച്ചത്. എനിക്കിങ്ങനെ റെയറായിട്ടുള്ള ഷെയ്ഡ്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒലീവ് ഗ്രീന്, പിസ്ത ഗ്രീന്, ദെൻ റോയൽ ബ്ലൂ, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വിടും, ഡോട്ടൊക്കെ കൊടുത്ത് ചെറിയ കലാപരിപാടിയൊക്കെ. വളരെ കെയർഫുള്ളായിട്ട് ഇടണം, അല്ലെങ്കിൽ എവിടെയൊക്കെ പറ്റും. പറ്റിയാലും ഞാനങ്ങനെ അത് അത്ര കെയർ ചെയ്യത്തൊന്നുമില്ല. പിറ്റേ ദിവസം ഞാൻ മെല്ലെ ഇങ്ങനെ കുളിക്കുന്ന സമയത്തൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചാൽ അതങ്ങ് പൊക്കോളും. അതിന് വേണ്ടി ഞാൻ മറ്റേ നെയിൽ പോളിഷ് റിമൂവറൊന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ. ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ഞാൻ ഉപയോഗിക്കും. ഇതിപ്പോൾ ഡാർക്ക് ഷെയ്ഡ് കിടക്കട്ടെ, ഇത് ഭംഗിയല്ലേ. ക്ഷമ വേണം കേട്ടോ. നെയിൽ പോളിഷ് ഇടണമെങ്കിൽ ഇച്ചിരി ക്ഷമയൊക്കെ വേണം. കൊള്ളാം അല്ലേ? അതെ, നോക്കൂ, ചെറിയൊരു ഗ്ലിറ്ററിങ്ങും ഉള്ളതാണ്. ഒലീവ് ഗ്രീന് പ്ലെയിൻ അല്ല. നൈസ് അല്ലേ? ഓക്കെ, ബൈ.